ഞാൻ ഈ തേനീച്ച വളർത്തലിൽ വന്നിട്ട് 1981 വന്നതാണ്. എനിക്കിപ്പോൾ ഒരു 3500ഓളം തേനീച്ചക്കൂടുണ്ട്. സീസൺ സമയത്ത് എനിക്ക് 22 ജോലിക്കാരുണ്ട്. അതിൽ ആദ്യം തന്നെ നമുക്ക് കിട്ടുക ഈ റബ്ബർ പൂക്കുമ്പോഴുള്ള തേനുകളാണ്. അത് കഴിഞ്ഞാൽ മറ്റുള്ള നാടൻ മരങ്ങൾ. അത് കഴിഞ്ഞൊന്നും മഴ പെയ്യും. മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാട് പൂക്കും. കാട് പൂക്കുമ്പോൾ ഞങ്ങൾ കാടിൻ്റെ ഉള്ളിലേക്ക് പെർമിഷൻ എടുത്തിട്ട് ഞങ്ങൾ കാട്ടിലേക്ക് ഞങ്ങൾ ഈ തേനീച്ചക്കൂടിനെ വയ്ക്കും. അവിടെ നിന്ന് എനിക്കൊരു 2000-2500 കിലോ കാട്ടുതേൻ കിട്ടും. ഇപ്പം നമ്മൾ ആദിവാസികൾ കാട്ടിൽ തേൻ എടുക്കുന്നുണ്ട്. അവർ ആ തേൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മുട്ട, പുഴു, പൂമ്പൊടി, തേൻ ഇതെല്ലാം കൂടിയിട്ട് അവർ പിഴിയ ചെയ്യും. അപ്പോൾ തേനല്ലാത്ത ഘടകം അതിൽ കയറണ്. മുട്ടയുടെ ഭാഗം കയറാം, പുഴുവിൻ്റെ ഭാഗം കയറാം. ആ തേൻ പെട്ടെന്ന് കേടുവരും. അവർ ശാസ്ത്രീയമായിട്ടല്ല എടുക്കുന്നത്. അവർ പഴയ രീതിയിൽ ഒരു മരത്തമ്മ തേനീച്ച കൂട് കണ്ടു. അവരത് ഈ തേനീച്ചനെ ഒന്നിലേക്ക് കരിച്ച് അല്ലെങ്കിൽ വേറെ രീതിയിൽ അത് മാറ്റിയിട്ട് അതും പിഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ക്വാളിറ്റിയിൽ ഒരു മാറ്റം വരുന്നുണ്ട്. അത് നല്ല ശുദ്ധമായ തേനുണ്ടെങ്കിൽ അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൽ തേൻ മാത്രമേ വരുള്ളൂ. ഇപ്പോൾ സാധാരണ ജനങ്ങൾ വിചാരിക്കും ഈ പൂമ്പൊടി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗുണമല്ലേന്ന്. പൂമ്പൊടി തേനിൽ കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തേന് ദോഷമാണ്. പൂമ്പൊടി ഗുണമാണ്. അത് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആരോഗ്യ കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്.